ഇന്നത്തെ പരീക്ഷണം പുളിയിഞ്ചിയിലാവാം അല്ലേ. ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ഇതിലെ മെയിൻ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഇഞ്ചി നന്നാക്കലും ഇഞ്ചി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിയലും ആണല്ലോ. അത് ഞാനങ്ങ് ബുദ്ധിമുട്ടില്ലാതെ ഞാനങ്ങ് ഏറ്റെടുത്തു. കുറച്ചധികം ഇഞ്ചി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി ആവശ്യത്തിന് ഒരു 3-4 പച്ചമുളകും ഞാൻ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കി കൊത്തി അരിഞ്ഞ് ഞാൻ വെച്ചു. അങ്ങനെ എൻ്റെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. പിന്നെ അമ്മയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അമ്മ ചെയ്യുന്ന മെയിൻ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അമ്മ തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്നത്. ചട്ടിയിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു. പിന്നെ അതിലേക്ക് കൊത്തിയരിഞ്ഞ ഇഞ്ചിയും പച്ചമുളക് ഇട്ടു. കുറച്ച് ഉപ്പ്, കരിവേപ്പില, പിന്നെ വെല്ലം, മധുരത്തിന് വേണ്ടി ഉള്ള വെല്ലവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. തിളച്ച് ഒരു കുറുകിയ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് എത്തുന്നതാട്ടോ അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതാട്ടോ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ സമയമാകുമ്പോൾ എടുത്ത് മാറ്റി വെക്കും. പിന്നെ അത് ഇരിക്കുമ്പോൾ തിക്കാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക ചെയ്തേ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡിഫറെൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഉഗ്രം തന്നെയായിരുന്നു.